മലപ്പുറം വെട്ടിച്ചിറയിലെ ടോൾ പ്ലാസ മൂലം നാട്ടുകാർ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു ഖബർസ്ഥാന്റെ പകുതി പൊളിച്ചു മാറ്റി റോഡിന് സ്ഥലം കൊടുത്തിട്ടും റോഡിന് മറുവശത്തുള്ള ഖബർസ്ഥാനിലേക്ക് പോകാൻ വഴി അനുവദിക്കാത്തതാണ് നിലവിലെ പ്രശ്നം. ഇതിനു പുറമെ ടോൾ പ്ലാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പ്രതിഷേധത്തിലാണ്. ദേശീയപാത 66 വെട്ടിച്ചിറയിലൂടെ കടന്നുപോകാൻ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് വെട്ടിച്ചിറ മഹല്ല് ജുമാ മസ്ജിദിന് കീഴിലെ 1000-ഓളം ഖബറുകളാണ് പൊളിച്ച് സ്ഥലം വിട്ടു നൽകിയത്. മുൻകാലത്ത് ഖബർസ്ഥാൻ നിന്ന സ്ഥലത്തുകൂടി അടക്കമാണ് ഇപ്പോൾ ദേശീയപാത വെട്ടിച്ചിറയിലൂടെ കടന്നുപോകുന്നത്. നാടിന് അഭിമാന സ്തംഭമാകേണ്ടിയിരുന്ന വെട്ടിച്ചിറ ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്നതും ഇതിനോട് തൊട്ടടുത്ത് തന്നെ. പക്ഷേ പള്ളിയുടെ എതിർഭാഗത്ത് റോഡിന് മറുവശത്തുള്ള ഖബർസ്ഥാനിലേക്ക് പോകാൻ വഴിയില്ല എന്നതാണ് വെട്ടിച്ചിറക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം. ഒരു മൃതദേഹം ഖബറടക്കണമെങ്കിൽ ടോൾ കൊടുത്ത് കടന്നുപോയി തിരിച്ചു വരണം. ഇരുവശത്തേക്കുമായി 300 രൂപ ടോൾ കൊടുത്ത് ആംബുലൻസിൽ മൃതദേഹം ഖബർസ്ഥാനിലെത്തിക്കേണ്ട ദുരവസ്ഥയാണ് തങ്ങളുടേതെന്ന് നാട്ടുകാർ പറയുന്നു. അടച്ചുകെട്ടിയ ഒരു പാലം ഞങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഞങ്ങളൊരു മയ്യത്ത് ഖബറടക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ പള്ളിയിൽ നിന്ന് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതിലെ വന്ന് കരിപ്പോള് ചുറ്റി 300 രൂപ ടോൾ കൊടുക്കേണ്ടുന്ന ഗതികേടിലാണ് ഈ മഹല്ല് നിവാസികളുള്ളത്. 1921 മലബാർ കലാപകാലത്ത് രക്തസാക്ഷികളായ ആളുകളുടെ ഖബറുകൾ അടക്കം സ്ഥലം വിട്ടു നൽകാൻ പൊളിച്ചുപോയ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ശുചിമുറിയില്ലാത്തതടക്കം ടോൾ പ്ലാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത. സർവീസ് റോഡും ശുചിമുറിയും നടപ്പാതയും നടപ്പാലവും അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ നാട്ടുകാർക്കായി ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യാതൊരു കാരണവശാലും ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഏത് അധികൃതരുടെ ഭാഗത്തും ഞങ്ങളുടെ മനുഷ്യാവകാശങ്ങളുണ്ട്. ഞങ്ങൾക്ക് സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരുപാട് മനുഷ്യാവകാശങ്ങളുണ്ട്. ഒരിക്കൽ പോലും ഒരു തരി പോലും അത് ലംഘിക്കപ്പെടാൻ പാടില്ല. എല്ലാം പരിഹരിക്കാമെന്ന വെറും വാക്ക് മാത്രമാണ് ഇപ്പോൾ അധികൃതർ നാട്ടുകാർക്കും ആക്ഷൻ കമ്മിറ്റിക്കും നൽകിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.